ഹായ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇന്ന് വീണ്ടും നമ്മുടെ ചലഞ്ചിൻ്റെ ടോപ്പിക്ക് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പിന് ഇത്രയധികം പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പലർക്കും മണി ബ്ലോക്കിനെ കുറിച്ച് പറയൂ, കരിയർ ബ്ലോക്കിനെ കുറിച്ച് പറയൂ, ഹെൽത്ത് ബ്ലോക്കുകളെ കുറിച്ച് പറയൂ എന്നൊക്കെയുള്ള സജഷൻസ് ഉണ്ടാകും. പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമുണ്ട്. നമ്മളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് നമ്മളുടെ 80% ഓഫ് മണി ബ്ലോക്കുകളും കരിയർ ബ്ലോക്കുകളും ഹെൽത്ത് ബ്ലോക്കുകളും ഒക്കെ ഉണ്ടാകുന്നത്. നമ്മളും മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വരുന്ന പ്രശ്നങ്ങൾ കാരണമാണ് നമുക്ക് ലൈഫിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ റിലേഷൻഷിപ്പിന് വളരെയധികം ഇമ്പോർട്ടൻസ് നമ്മളുടെ മൈൻഡ് പവർ ജേർണിയിലുണ്ട്. ഫൊർഗീവ്നെസ്സിനെ കുറിച്ച് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹെൽത്ത് ചലഞ്ചസിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നോ പറയാൻ എന്തുകൊണ്ട് ബുദ്ധിമുട്ടുന്നു എന്നുള്ള ചോദ്യമാണ്. അതായത് ഹെൽത്തി ബൗണ്ടറീസ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ? അതാണ് ചലഞ്ചായിട്ട് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. റിലേഷൻഷിപ്പിലുള്ള ഫിയേഴ്സ്, ലവ്, സ്നേഹത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെകഞ്ഞെടുക്കാൻ പോകുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ഹെൽത്ത് ബൗണ്ടറീസിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, എനിക്ക് നോ പറയാൻ ഇത്ര ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ്? നമ്മളിൽ പലർക്കും ഉണ്ട് ഈ ബുദ്ധിമുട്ട് അല്ലേ? നോ പറയാനൊരു ബുദ്ധിമുട്ട്. അത് നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും പല സമയത്ത് മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ധൃതി പിടിച്ച് ആരെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും വിളിച്ചിട്ട് ക്ലാസ്സിൻ്റെ ഡൗട്ട്സോ മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറയാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി ഞാൻ പറയാറുണ്ട്, എടാ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് അങ്ങോട്ടേക്ക് വിളിക്കാം. അങ്ങനെ ബഹുമാനത്തോടു കൂടി നോ പറയാൻ നമ്മൾ എപ്പോൾ പഠിക്കുന്നോ അന്നു മുതൽ നമുക്ക് ഹെൽത്തി ബൗണ്ടറീസ് സെറ്റായി എന്ന് പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ നോ പറയാൻ ബുദ്ധിമുട്ടുന്നതെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയുന്ന ആൻസേഴ്സ് ചിലപ്പം എനിക്ക് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ ഇഷ്ടമല്ല, അവരെന്ത് വിചാരിക്കും, എന്നെ സെൽഫിഷ് എന്ന് വിളിക്കില്ലേ, ഞാനങ്ങനെ എൻ്റെ കാര്യം മാത്രം നോക്കുന്നതായിട്ട് ഉള്ള രീതിയിൽ സെൽഫിഷ് എന്ന് വിളിക്കൂലേ, എന്നെ അവർക്ക് ഇഷ്ടപ്പെടാതെ വരൂലേ അങ്ങനെയൊക്കെ ഉള്ള ചിന്തകൾ കാരണമാണ് നമ്മൾ മനസ്സില്ലാ മനസ്സോടെ യെസ് പറയാൻ നിർബന്ധിതരാകുന്നത്. പക്ഷെ പിന്നീട് നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് ഇഷ്ടമില്ലാതെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഓവർ ക്ഷീണം വരും, ദേഷ്യം വരും, നിരാശ വരും, മനസ്സമാധാനം നഷ്ടപ്പെടും. കാര്യം നാം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിനിടയിൽ നമ്മളെ സന്തോഷിപ്പിക്കാൻ വിട്ടുപോകുന്നു. അപ്പോൾ ഈ ബൗണ്ടറീസ് എന്ന വാക്ക് കേൾക്കുമ്പം നിങ്ങൾക്ക് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ അതിർവരമ്പ് എന്നുള്ളതാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ആളുകളെ അകറ്റി നിർത്തുക, ലൈഫിൽ നിന്ന് അകറ്റി നിർത്തുക, ബന്ധം അവസാനിപ്പിക്കുക, പരുഷമായിട്ട് പെരുമാറുക. പക്ഷെ അതൊന്നുമല്ല ഹെൽത്തി ബൗണ്ടറി എന്ന് പറഞ്ഞാൽ. എനിക്ക് ഇവിടം വരെ ഓക്കെയാണ്, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഓക്കെ അല്ല, അതിനപ്പുറം എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് ബഹുമാനത്തോടു കൂടി, ആദരവോടുകൂടി, സ്നേഹത്തോടുകൂടി പറയാനുള്ള കഴിവിനെയാണ് ബൗണ്ടറി എന്ന് പറയുന്നത്. അതൊരു മതിലല്ല, ഒരു സുരക്ഷാ വേലിയാണ്. നമ്മളിപ്പോൾ നമ്മളെ വീട്ടിൻ്റെ ചുറ്റും മതിൽ കെട്ടുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അയൽക്കാരോട് വെറുപ്പുള്ളത് കൊണ്ടാണോ? അല്ല, നമ്മളുടെ വീട്ടിനൊരു രക്ഷാകവചം, ഒരു സുരക്ഷാ വലയം തീർക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ ബഹുമാനത്തോടെയും മനസ്സിൻ്റെ ഊർജത്തെ സംരക്ഷിക്കാനും വേണ്ടി ബഹുമാനത്തോടെയും സ്നേഹത്തോടു കൂടിയും സംരക്ഷിക്കാൻ വേണ്ടി പടുത്തുയർത്തുന്നതാണ് നമ്മളുടെ ഹെൽത്തി ബൗണ്ടറീസ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നോ പറയാൻ മടിക്കുന്നത്? ഒന്നാമത്തെ കാര്യം റിജക്ഷൻ ഫിയറാണ്. നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്നെ ഇഷ്ടപ്പെടാതെ വരുമോ എന്നുള്ളത്. അത് നമുക്ക് കുഞ്ഞിലേ തൊട്ട് നമ്മളുടെ മനസ്സിൽ കയറി വന്ന ഒരു ചിന്തയാണ്. നമ്മൾ സ്നേഹം ലഭിക്കാൻ വേണ്ടി എല്ലാവരെയും സന്തോഷിപ്പിക്കണമെന്നുള്ള വിശ്വാസത്തെ നമ്മൾ കുഞ്ഞിലേ തൊട്ട് പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. ആ പാറ്റേൺ നമ്മൾ വലുതായാലും പിന്തുടരുന്നതാണ്. അതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സന്തോഷത്തെക്കാളും മറ്റുള്ളവരെ സന്തോഷത്തിന് നമ്മൾ പ്രാധാന്യം നൽകും.
ആദ്യമൊക്കെ അത് നല്ല കാര്യമായി ത്യാഗമായിട്ടൊക്കെ കരുതും നമ്മൾ. ഞാൻ വലിയ ത്യാഗിയാണ് എന്നുള്ള രീതിയിലും അവൾ ഭയങ്കര ത്യാഗിനിയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലേ, ഒരു ഉൾപ്പുളകമൊക്കെ ഉണ്ടാകും. പക്ഷെ ആദ്യമൊക്കെ അത് ഭയങ്കര സുഖമായിട്ട് തോന്നുമെങ്കിലും പിന്നീട് അതൊരു ഭാരമായിട്ട് നമുക്ക് തോന്നുകയും പിന്നീട് നമുക്കത് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും. കാര്യം നിങ്ങൾ മറ്റുള്ളവരുടെ എല്ലാം പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കും, പക്ഷെ അവസാനം നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പം ആരും കാണൂല, നിങ്ങൾക്ക് മാത്രമായിരിക്കും ക്ഷീണം ഉണ്ടാവുക, വേറെ ആരും ഹെൽപ്പ് ചെയ്യാനുണ്ടാവില്ല. അപ്പോഴും നമ്മൾ ചിന്തിക്കും, ശരി ഞാൻ എന്തിനായിരുന്നു ഇത്രയും കഷ്ടപ്പെട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് നിരാശ വരും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കുറ്റബോധം വരും. അയ്യോ ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്തില്ല എങ്കിൽ ഞാനൊരു മോശം ആളാകുമോ എന്നുള്ള കുറ്റബോധം നമുക്കുണ്ടാകും. അങ്ങനെ ഒരു കാര്യവും ഇല്ല. നോ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും റിജക്റ്റ് ചെയ്യുന്നതല്ല, നമ്മൾ അവർ പറയുന്ന ഒരു റിക്വസ്റ്റിന് ബഹുമാനപൂർവ്വം റിജക്റ്റ് ചെയ്യുന്നതാണ്. ഇത് രണ്ടും രണ്ടാണ്. ഒരാളെ റിജക്റ്റ് ചെയ്യുന്നതും അയാൾ പറയുന്ന കാര്യത്തെ റിജക്റ്റ് ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ സെൽഫ് വർത്ത് ഇല്ലായ്മയാണ്. അതായത് സ്വന്തമായിട്ട് തോന്നുകയാണ് ഞാൻ മറ്റുള്ളവരെയൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് എന്നെ എല്ലാവർക്കും ഇഷ്ടം, ഞാൻ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ആർക്കും എന്നെ ഇഷ്ടമില്ല എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് സെൽഫ് വർത്ത് ഇല്ല. ഒരു ദിവസം അവരെന്താ ചെയ്യുക, നമ്മൾക്ക് സെൽഫ് വർത്ത് ഇല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ ഉപേക്ഷിക്കും. അപ്പോൾ എപ്പോഴും ഈ ഉപേക്ഷിക്കേണ്ടവർ എപ്പോഴായാലും നമ്മളെ ഉപേക്ഷിക്കും. അത് നമ്മൾ അവർക്ക് ഹെൽപ്പ് ചെയ്തു കൊടുത്താലും ചെയ്തു കൊടുത്തില്ലെങ്കിലും ഉപേക്ഷിക്കേണ്ടവരാണെങ്കിൽ എന്നൊരു സമയത്തായാലും ആ ഒരു സാധ്യത ഉണ്ടാകും. അപ്പം അല്ലെങ്കിൽ നമ്മൾ തന്നെ അവരെ ഉപേക്ഷിക്കും. കാര്യം നമ്മൾ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തിട്ട് ലാസ്റ്റിൽ നമുക്കൊരു ആവശ്യം വരുമ്പോൾ അവരുടെ ഹെൽപ്പ് കിട്ടാതെ വരുമ്പോൾ നമുക്ക് അവരോട് ദേഷ്യം വരും. അപ്പോൾ ഉള്ള ബന്ധവും കൂടി ഇല്ലാതെ പോകും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി അവരോട് പറയാം, എനിക്കിത് ചെയ്യാൻ കഴിയില്ല, എനിക്ക് കുറച്ച് സമയം വേണം, ഞാൻ പിന്നീട് വിളിക്കാം. ഇതൊക്കെ പരുഷമായ വാക്കൊന്നുമല്ല, വ്യക്തമായിട്ടുള്ള ബഹുമാനത്തോടു കൂടിയിട്ടുള്ള വാക്കുകളിലൂടെ നമുക്കവരെ പറഞ്ഞ് ഈ ബൗണ്ടറി ഒന്നും എല്ലാവരും ഇഷ്ടപ്പെടില്ല. കാര്യം അവർക്കെപ്പോഴും മറ്റുള്ളവർക്ക് എപ്പോഴും ഇഷ്ടം നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക, അവർക്ക് വേണ്ടി എന്തും ചെയ്യുക. ഇപ്പം എന്നെ വിളിക്കുന്നവരോട് ഞാൻ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അവർക്ക് ആ സമയത്തിൽ എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ വിളിക്കുന്നത്. അപ്പോൾ അത് ഞാൻ പിന്നീട് നിങ്ങളെ വിളിച്ചോളാം എന്ന് പറയുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ നമ്മൾ ബൗണ്ടറി വെച്ചാൽ നമുക്ക് ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. എനിക്കിപ്പം തീരെ സമയമില്ലാത്ത സമയത്ത് ഒരാൾ വിളിച്ചിട്ട് എന്നോട് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ സമയമില്ലെങ്കിലും ഇവരോട് സംസാരിക്കാമെന്ന് വെച്ചാൽ എൻ്റെ മനസ്സ് ഇവിടെ ആയിരിക്കില്ല. അപ്പം ഞാൻ 100% ഡെഡിക്കേഷനോട് കൂടി ആയിരിക്കില്ല ആ കുട്ടിയോട് സംസാരിക്കുക. അതേസമയം എടാ ഞാൻ പിന്നെ വിളിക്കാം, ഞാൻ ഇച്ചിരി തിരക്കിലാണ്, തിരക്ക് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്ന് സ്നേഹത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് നമുക്കും ഗുണകരമായിട്ട് വരും, അവർക്കും ഗുണകരമായിട്ട് വരും. അതിനെയാണ് ഹെൽത്തി ബൗണ്ടറീസ് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ നിങ്ങളുടെ ചോദ്യം ഇതൊക്കെയാണ്. ഞാൻ ആരോടാണ് നോ പറയാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നോ പറയാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുള്ള 5 ആൾക്കാരുടെ പേര് ലിസ്റ്റ് ചെയ്യുക. ലൈഫിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നെന്നുള്ളതല്ല, നിങ്ങൾ ഇതുവരെയുള്ള നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നോ പറയാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ആരോടാണ്? ഞാൻ യെസ് പറയുമ്പോൾ, ഇപ്പോൾ എനിക്ക് നോ പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ യെസ് പറഞ്ഞാൽ എൻ്റെ മനസ്സ് എന്നോട് എന്താണ് പറയുന്നത്? നിങ്ങളുടെ മനസ്സ് നിങ്ങളോട്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തിരക്കിൽ നിൽക്കുമ്പം ഒരു കുട്ടി ഫോൺ വിളിക്കുവാണ്. ആ സമയത്ത് എൻ്റെ മനസ്സിൽ എന്താണ്? ഞാൻ നോ പറയാൻ മടിച്ച് ആ കുട്ടിയോട് സംസാരിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ മനസ്സിലൂടെ എന്തായിരിക്കും കടന്നു പോവുക? ഞാൻ ഹാപ്പി ആയിരിക്കുമോ? എനിക്ക് കുറ്റബോധമാണ്? എന്താണ് പറയുക? അതാണ് അടുത്ത സെക്കൻഡ് ചോദ്യം. ഇനി തേർഡ് ചോദ്യം, നോ പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് നിങ്ങൾ പേടിക്കുന്നത്? എന്ത് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു റിലേഷൻഷിപ്പിൽ നോ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം എഴുതിയ പേരുകളുണ്ടല്ലോ, ആ പേരുകളിൽ നിങ്ങൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നാണ് നിങ്ങൾ പേടിക്കുന്നത്. ഇനി അടുത്തത്, എൻ്റെ ജീവിതത്തിൽ ബൗണ്ടറീസ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് സംഭവിച്ച 3 പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക്
നിങ്ങൾ അതിർവരമ്പ് നിശ്ചയിച്ചിട്ടില്ലാത്തത് കാരണം നിങ്ങൾക്ക് വന്നിട്ടുള്ള 3 പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഓർത്ത് ഇതുവരെയുള്ള ലൈഫിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് നിങ്ങൾ എഴുതുക. ഇന്ന് മുതൽ നിങ്ങൾ വെക്കാൻ ആഗ്രഹിക്കുന്ന ചെറിയ ഒരു ബൗണ്ടറി എന്താണ്? ഇന്ന് മുതൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ വരുത്താൻ പോകുന്ന ഒരു ചെറിയ അതിർവരമ്പ്? നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്തെങ്കിലും ബഹുമാനത്തോടെ നിങ്ങളുടെ അഭിപ്രായം പറയാൻ ഇന്ന് മുതൽ നിങ്ങൾ തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ സമയമില്ലാത്ത സമയത്ത് ആരെങ്കിലും ഫോൺ ചെയ്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പിന് വേണ്ടി നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയമില്ല, മനസ്സില്ല, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ തിരക്കിലാണെന്നോ എന്തെങ്കിലും നോ പറയാൻ നിങ്ങൾ ബഹുമാനത്തോടു കൂടി നോ പറയാൻ ഇന്ന് മുതൽ ആരംഭിക്കുമോ? അതോ നിങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി യെസ് പറയുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കാനുള്ളത്, നിങ്ങളെ മറ്റുള്ളവർ ബഹുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ പോകുകയോ ഹെൽപ്പ് ചെയ്യാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല. നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുമ്പോൾ അവർ നിങ്ങളെയും ബഹുമാനിക്കും. ആരോഗ്യകരമായ ബന്ധങ്ങളെ ഈ നോ പറയുന്നത്, ഈ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് കൊണ്ട് ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കുകയല്ല ചെയ്യുക, കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്യുന്നത്. നോ പറയുന്നത് വഴി അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങൾ, ആരോഗ്യകരമല്ലാത്ത ബന്ധങ്ങളൊക്കെ ഒഴിഞ്ഞു പോവുകയും ചെയ്യും. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്ത് നോ പറയാനൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ലൈഫ് വളരെയധികം ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ എല്ലാവർക്കും ഹെൽത്തി റിലേഷൻഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് വളരെയധികം ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ചലഞ്ച് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അപ്പം നാളെ നമുക്ക് ഫൊർഗീവ്നെസ് പ്രാക്ടീസാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൊർഗീവ്നെസ്സിനെ കുറിച്ചുള്ളതാണ് നാളത്തെ ക്ലാസ്. നാളത്തെ ചലഞ്ച് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൽ നമുക്ക് ഫൊർഗീവ്നെസ്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ നാളെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആരും മറക്കാതെ വീഡിയോ കാണുക. താങ്ക് യു സോ മച്ച്.